തെറ്റായ കോപപ്രകടനം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു പക്ഷേ അറിയാതെ തെറ്റായി കോപം പ്രകടിപ്പിച്ചു, അങ്ങനെയാണെങ്കിൽ മാപ്പ് ചോദിക്കുന്നൊരു ശീലം നാം വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. സ്വന്തം ജീവിത പങ്കാളിയോട്, ഭർത്താവിനോട്, ഭാര്യയോട് എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ഇന്നലെ ആ വാക്ക് പറയരുതായിരുന്നു, നമ്മുടെ മക്കളോട് ഇന്നലെ ഞാൻ അങ്ങനെ സംസാരിക്കരുതായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി, അങ്ങനെ നാം അവരോട് പറയുന്നൊരു ശീലമുണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ കോപത്തെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാതെ, സാത്താന് ഇടം കൊടുക്കാതെ, ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ആ കോപത്തിൻ്റെ വാക്കുകൾ, മണ്ടൻ, കഴുത, കളിമണ്ണ്, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നിൻ്റെ മറ്റു കുട്ടികളെയൊക്കെ കണ്ടു പഠിക്കുക, നീ ഒരു പോഷനാണ്, നന്നാകാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള വാക്കുകൾ അവൻ്റെ മനസ്സിൽ കിടന്ന് പെരുകി വേറെ പലതുമായി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും സ്വീകാര്യമല്ലാത്ത രീതിയിലുള്ള വാക്കുകൾ വഴി ആരെങ്കിലും നമ്മൾ കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ മാപ്പ് ചോദിക്കാനായിട്ട് പഠിക്കുന്നത് നല്ലത് ആണ്. പരിശ്രമം കൊണ്ട് നമുക്ക് ശാന്തത അഭ്യസിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അതിന് സഹായിക്കുന്ന ഏതാനും മാർഗങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിക്കാനായി ശ്രമിച്ചത്. അത് നീണ്ട കാലത്തെ പരിശീലനം ചിലപ്പോൾ വേണ്ടി വന്നെന്നിരിക്കും. നമ്മൾ ശ്രദ്ധാപൂർവം ബെഞ്ചമിൻ ഫ്രാങ്കിളിനൊക്കെ പറയുന്നത് പോലെ ഒരു ചാർട്ടുണ്ടാക്കി എൻ്റെ പരാജയങ്ങൾ വിജയങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മളതിനു വേണ്ടി ശ്രമിക്കണം. ഏതായാലും നമുക്ക് പരിശ്രമം വഴി ശാന്തത അഭ്യസിക്കാനായിട്ട് പറ്റും. അതിന് ധാരാളം ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. മോശ ക്ഷിപ്രകോപിയായിരുന്നു, പക്ഷേ അദ്ദേഹം ക്രമേണ ശാന്തതയുടെ പര്യായമായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹം ഒരു മെത്രാനായിരുന്നു, പക്ഷേ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. അദ്ദേഹം ക്രമേണ ശാന്തതയുടെ ഒരു മാതൃകയായിട്ട്, ഒരു മാതൃകാ പാഠമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറുന്നുണ്ട്. ഇങ്ങനെ ധാരാളം പേര് കുഞ്ഞുനാൾ ദേഷ്യക്കാരായിരുന്ന ആളുകൾ അവരുടെ നല്ലവരുമായിട്ടുള്ള സംസർഗം വഴിയൊക്കെ നന്മയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശാന്തത അഭ്യസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നാം ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ ചൈതന്യം, വിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കും. നമുക്കതിനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം.